ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം സബ് ഫോർ മീറ്റർ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം എത്ര പേര് കേട്ടിട്ടുണ്ട് സബ് ഫോർ മീറ്റർ എന്നുള്ള സബ് ഫോർ മീറ്റർ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ മാഗസീൻ വായിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ വീഡിയോസും കാണുന്ന ആൾക്കാർക്കൊക്കെ ഇത് മിക്കവാറും അറിയാൻ സാധിക്കും. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ടോപ്പിക് ഉദ്ദേശിക്കുന്നതിന്റെ കാര്യം. അപ്പോൾ സബ് ഫോർ മീറ്റർ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ സബ് ഫോർ മീറ്റർ എന്ന് പറഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു കൃത്യമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ സ്വിഫ്റ്റ് ഡിസയർ കണ്ടിട്ടുണ്ടായിരിക്കും. സ്വിഫ്റ്റ് ഡിസയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഡിസയർ അല്ല, മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ. സ്വിഫ്റ്റ് ഡിസയർ പണ്ട് നമുക്കറിയാം അതിന്റെ ബൂട്ട് സ്പേസ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അതായത് ബാക്ക് സൈഡ് കൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് കൂടുതലായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് അത് പുതിയ വെർഷൻ വന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസയർ എന്ന് പറഞ്ഞ മോഡൽ വന്ന സമയത്ത് ഒന്ന് ഉള്ളിലോട്ട് കയറി? എത്ര പേര് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? സംഭവം വളരെ സിമ്പിൾ ആണ്. ഈ വാഹനം ഒരു 4 മീറ്ററിനകത്തുള്ള ഒരു കാറ്റഗറി ആക്കിയതാണ്. അതാണ് സബ് ഫോർ മീറ്റർ. സബ് ഫോർ മീറ്റർ എസ് യു വി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അതുപോലെ തന്നെയാണ് സബ് ഫോർ മീറ്റർ കാർസും. 4 മീറ്ററിനകത്ത് വരുന്ന കാർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും അതന്നെ അഡ്വാൻറ്റേജ്, കാരണം കുറച്ച് നീളം കൂട്ടി കഴിഞ്ഞാൽ വാഹനത്തിൽ ഒരുപാട് സാധനം കയറ്റാൻ പറ്റും, നമുക്ക് യാത്രാ സുഖം കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ കയറും മീൻസ് ബാക്കിലോട്ടൊക്കെ സാധനം കൂടുതലൊക്കെ വെക്കാൻ പറ്റത്തില്ലേ, യാത്രയൊക്കെ കുറച്ചുകൂടെ സുഖം കിട്ടും, കാരണം സിയാസ് പോലെയുള്ള വലിയ വാഹനങ്ങൾക്കൊക്കെ നല്ല സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കാണും. ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷേ അവിടെ വരുന്ന ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ എക്സൈസ് ഡ്യൂട്ടി കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു എക്സൈസ് ഡ്യൂട്ടി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇതുപോലെ ഒരു 4 മീറ്ററിനകത്തുള്ള സെഗ്മെന്റിൽ വരികയാണെങ്കിൽ. അതിനകത്ത് കുറച്ച് ക്രൈറ്റീരിയാസും പറയുന്നുണ്ട്. 1.2 ലിറ്റർ അല്ലെങ്കിൽ 1200 പെട്രോൾ വാഹനങ്ങളും ഡീസൽ വാഹനങ്ങളും ഏകദേശം ഒരു 1500 എന്നൊക്കെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ശരിക്കും ഈ സബ് ഫോർ മീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആദ്യം ഡിസൈർ ഇറങ്ങിയ സമയത്ത് നമ്മളിങ്ങനെ ഓർത്തു അത് എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന്റെ ഡിക്കി സ്പേസ് അല്ലെങ്കിൽ ഇതിന്റെ ബൂട്ട് സ്പേസ് ഇത്രയും കണ്ട് ഇടിച്ചങ്ങ് ചളിക്കിയത്. ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ വാഹനങ്ങളുടെയൊക്കെ സൈസ് കുറച്ചുകൂടെ കോമ്പാക്ട് ആക്കിയത്. അങ്ങനെ കോമ്പാക്ട് ആക്കുന്ന സമയത്ത് പ്രൈസ് വൈസ് അവർക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യാതെ വാഹനങ്ങൾ കൊടുക്കാൻ സാധിക്കും. മറ്റേന്ന് പറഞ്ഞാൽ സൈസ് കൂടുന്നതിനനുസരിച്ച് ടാക്സ് കൂടും, ടാക്സ് കൂടുന്നതിനനുസരിച്ചോ വാഹനത്തിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രൈസ് ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു പുതിയ വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇത്രയും രൂപ കൊടുത്ത് ഈ വാഹനം എടുക്കണോ എന്ന് ചിന്തിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ഫീച്ചേഴ്സും ലോഡ് ചെയ്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളോട് കൂട്ടി ഒരു 4 മീറ്ററിനകത്ത് ഈ ഒരു വാഹനം ഇറക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ സബ് ഫോർ മീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. സബ് ഫോർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം 4 മീറ്ററിനകത്തുള്ള ഒരു വാഹനമാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ നീളമാണ് മെയിൻ ആയിട്ട് 4 മീറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്.